മോളെ, ഇനി മുതൽ മോള് അതിരാവിലെ എണീച്ച് കഷ്ടപ്പെട്ട് പാർലറിലേക്ക് പോകാനൊന്നും നിൽക്കണ്ട. രാവിലെ അമ്മ പോയി ഇരിക്കാം. അമ്മയുടെ പേരുള്ള പാർലറില്ലേ, അവിടെ ഞാൻ തന്നെ നിന്നോളാം. പിന്നെ മോള് സൗകര്യം പോലെയൊക്കെ അങ്ങോട്ട് വന്നാൽ മതി. അയ്യോ അമ്മേ, അതെങ്ങനെ ശരിയാവും? ഒരു കുഴപ്പമില്ല മോളെ, എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കാൻ അറിയാം. അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ, ആ നേരത്തെ ഞാൻ തന്നെ അവിടെ നിന്നോളാം. പിന്നെ ഇപ്പം മോള് പലരെയും അവിടെ നിർത്തിയിട്ടില്ലേ, അങ്ങനെ ആരെയും വിശ്വസിച്ച് നിർത്താനൊന്നും കൊള്ളില്ല. അതുകൊണ്ടേ അമ്മ തന്നെ ചെയ്തോളാം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി. നമ്മുടെ ശ്രുതി എന്ത് ചെയ്യണമെന്നറിയാത്ത ആ ഒരു അങ്കലാപ്പിൽ നമ്മുടെ ശ്രുതി നിൽക്കുകയാണ്. അപ്പം നമുക്ക് അതിലേക്കൊക്കെ പോവാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. 27-ാം തീയതിയിലെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്കാണ് പോകുന്നത്. അതായത് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ. അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ കോടതിയാണ് കാണിക്കുന്നത്. കോടതിയിൽ നമ്മുടെ രവീന്ദ്രനെ വിസ്തരിക്കുകയാണ് നമ്മുടെ ജഡ്ജ്. അപ്പോൾ ആ സമയത്ത് രവീന്ദ്രൻ പറയുന്നുണ്ട്, സാറേ എൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിൽ വെച്ചിട്ട് ഇദ്ദേഹം എൻ്റെ മകൻ, അത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എന്താണ് നിങ്ങളോട്, ഇദ്ദേഹത്തിന് ഈ ഓഫീസർക്ക് നിങ്ങളോട് എന്താണ് ഉള്ള ഇത്രയും വൈരാഗ്യം തോന്നാനുള്ള കാരണമെന്ന് ജഡ്ജി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ്, സാറേ എൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിൽ വെച്ചിട്ട് ഇദ്ദേഹം എന്നെ ഒരുപാട് അപമാനിക്കുന്ന കണക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മകൻ അതിലിടപെട്ടു, ഇദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ കയറി പിടിച്ചു. അപ്പോൾ ആ ഒരു വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ടാണ് എനിക്ക് കിട്ടേണ്ട എൻ്റെ പെൻഷൻ തുക ഇദ്ദേഹം നിർത്തിവെച്ചത്, അതായത് എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നത് അതിൻ്റെ പേരിലാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതേക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി ഇങ്ങനെ ഓടി വരികയാണ്. സച്ചി ഓടി വന്നിട്ടില്ല, എന്താണ് പൊടി പിള്ളേർ ഓടി വരുന്ന കണക്ക് കോടതിക്കുള്ളിലേക്ക് ഇടിച്ച് കയറി വന്നിട്ട് നമ്മുടെ രവീന്ദ്രനെ ഇങ്ങനെ പിടിച്ചിട്ട് അച്ഛാ അച്ഛാ ഞാൻ താമസിച്ചു അച്ഛാ എന്നും പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ജഡ്ജി എന്നെ അന്തം വിട്ടിരിക്കുകയാണ്. ഇതെന്തുവാ കാണിക്കുന്നത്? ജഡ്ജി ചോദിക്കുകയാണ് വാട്ട് ഹാപ്പനിങ് ഹിയർ, എന്താ ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ജഡ്ജി കിടന്ന് അലറുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ സച്ചിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ പറയാണ്, സാർ ക്ഷമിക്കണം സാറേ ക്ഷമിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയണം അപ്പോൾ ഉടനെ തന്നെ നോക്കുമ്പോഴത്തേക്കും മറ്റേ പുള്ളിക്കാരൻ അവിടെ നിൽക്കുകയാണ്. നമ്മുടെ രവീന്ദ്രൻ്റെ പെൻഷനൊക്കെ തടഞ്ഞു വെച്ച പുള്ളി, അതായത് നമ്മുടെ വർഷയുടെ അച്ഛൻ അവിടെ നിൽക്കുകയാണ്. അദ്ദേഹത്തെ നോക്കിയിട്ട് ഉടനെ സച്ചി പറയണം, സാറേ ഈ നിൽക്കുന്ന ഈ മനുഷ്യനില്ലേ, ഇങ്ങേരാണ് എൻ്റെ അച്ഛൻ്റെ പെൻഷൻ തുക ഇത്രയും നാളും തടഞ്ഞു വെച്ചിരുന്നത് എന്നിങ്ങനെ പറയുകയാണ്. എൻ്റെ അച്ഛനാണേൽ ആളൊരു പാവമാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ മറ്റേ ആൾ പറയുകയാണ്, ജഡ്ജിയോട് പറയുന്നത്, സാറേ ഇവനാണെങ്കിലുണ്ടല്ലോ, കണ്ടില്ലേ ഇവൻ്റെ സ്വഭാവം, ഒരു വകതിരിവെന്ന് പറയുന്നത് ലെവലേശം ഇല്ലാത്തവനാണ്. കൾച്ചർ എന്താണെന്ന് പോലും ഇവൻ അറിയില്ല. കണ്ടില്ലേ ഇവൻ ഇവിടെ തന്നെ കാണിച്ചത്, ഈ കോടതിയിലേക്ക് ഇവൻ ഇടിച്ചു കയറി വന്നത് കണ്ടില്ലേ, ഇവൻ എന്നെ തല്ലാനായിട്ട് വന്നു, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയുകയാണ്, സാറേ ഇങ്ങേരെ ഞാൻ തല്ലാൻ പോയത് വെറുതെ ഒന്നുമല്ല, സച്ചി ആരെയും അനാവശ്യമായിട്ട് തല്ലത്തില്ല. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇയാൾക്ക് നല്ല തല്ല് കൊള്ളാത്തതിൻ്റെ കുറവാണ്. ഇയാൾ എൻ്റെ അച്ഛനെ ഒരുപാട് അപമാനിച്ച് സംസാരിച്ചു. അപ്പോൾ സഹിക്കാൻ പറ്റാഞ്ഞ് ഞാൻ ഷർട്ടിൽ കയറി പിടിച്ചെന്നുള്ളത് ശരിയാണ് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് സച്ചി പറയുന്നത്, സാറിനും ഉണ്ടല്ലോ അച്ഛനും ഉമ്മയൊക്കെ, സാറിൻ്റെ അച്ഛനെ ആരെങ്കിലും ഇതുപോലെ അപമാനിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ സാറും ഇങ്ങനെ തന്നെ ചെയ്യില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ജഡ്ജ് ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ വർഷയുടെ അച്ഛൻ പറയുകയാണ്, കണ്ടില്ലേ സാർ ഇയാളുടെ സ്വഭാവം എന്ന് പറയുമ്പോഴത്തേക്ക്, താൻ അവിടെ മിണ്ടാതിരിക്കുക, തനിക്ക് അവസരം തരാം, അപ്പോൾ മാത്രം താൻ സംസാരിച്ചാൽ മതി എന്നിങ്ങനെ ജഡ്ജി പറയുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, സാറേ എൻ്റെ അച്ഛനുണ്ടല്ലോ, എൻ്റെ അച്ഛൻ വെറും പാവമാണ് സാറേ. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളെ ഓർമ്മ വെച്ച കാലം മുതൽക്കേ അച്ഛൻ ഈ ബസ്സിലാണ് അച്ഛൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അച്ഛൻ ഞങ്ങൾ ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുമ്പേ അച്ഛൻ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങിയതിന് ശേഷമാണ് അച്ഛൻ വീട്ടിൽ വരുന്നത്. അതുകൊണ്ട് എന്നെ അവധി ദിവസങ്ങളിലല്ലാതെ അച്ഛനെ കണ്ടു കിട്ടാൻ പോലും പറ്റില്ല. അങ്ങനെയാണ് ഞാൻ വളർന്നത്. ഞങ്ങളുടെ അച്ഛനെ അച്ഛൻ ഞങ്ങൾക്ക് നല്ലത് മാത്രം പറഞ്ഞു തന്നാണ് വളർത്തിയത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, അച്ഛൻ്റെ ജീവനും ജീവിതവും എല്ലാം അച്ഛൻ്റെ ബസ്സായിരുന്നു. എൻ്റെ അച്ഛൻ ഒരു തെറ്റ് പോലും ഒരിക്കലും ചെയ്യുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി സംസാരിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയാണ് രവീന്ദ്രൻ ജഡ്ജിനോട് പറയാണ് യുവർ ഓണർ, ക്ഷമിക്കണം, ഇവന് എന്ത് സംസാരിക്കണം എന്നൊന്നും വകതിരിവൊന്നുമില്ല, ഇവൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കലബില പറയുന്നേ ഉള്ളൂ, ഇവൻ്റെ മനസ്സ് ശുദ്ധമാണ് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ എന്നിട്ട് സച്ചിയോട് നമ്മുടെ രവീന്ദ്രൻ പറയണ, മോനെ ദേ അവിടെ പോയിരിക്കെ എന്നിങ്ങനെ പറയണം. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ അശോകൻ വിളിക്കുകയാണ്, സച്ചി ഇങ്ങ് വാടാ എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ സച്ചി ചെന്നിട്ട് നമ്മുടെ അശോകൻ്റെ അടുത്തേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രവീന്ദ്രൻ നിന്ന് ഒരുവാണ്. ഇനി ജഡ്ജി എന്ത് പറയുമെന്ന് അറിയാൻ വയ്യാത്ത ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് തന്നെ നമ്മുടെ ഈ പറയുന്നത് പോലെ വർഷയുടെ അച്ഛനോട് ചോദിക്കുകയാണ്, നമ്മുടെ ജഡ്ജി ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തിന് അവകാശപ്പെട്ട പെൻഷൻ തടഞ്ഞു വെച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, സാറേ ഈ നിൽക്കുന്ന ഇയാളുടെ മകനുണ്ടല്ലോ മഹാ അഹങ്കാരിയാണ്, അവൻ എൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് എന്നെ തല്ലാനായിട്ട് വന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ജഡ്ജി ചോദിക്കുകയാണ്, എന്താടോ തന്നെ ആരെങ്കിലും തല്ലാൻ വന്നു കഴിഞ്ഞാൽ താൻ അവർക്ക് അർഹതപ്പെട്ട പെൻഷൻ തടഞ്ഞു വെക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, സാറേ ഇവർ പറയുന്നത് മുഴുവനും പച്ചക്കള്ളമാണ്, കാരണം ഇയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഇയാൾ വെറുതെ പറയുന്നതാണ്. ഇയാൾ റിട്ടയർഡ് ആവുന്നതിൻ്റെ തലേ ദിവസം ഉണ്ടല്ലോ ഒരാളെ ബസ് ഇടിച്ച് കൊന്ന മനുഷ്യനാണ് എന്നിങ്ങനെ പറയണത് കേൾക്കുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ അങ്ങ് വല്ലാണ്ടാവുകയാണ്. അപ്പോൾ നമ്മുടെ ജഡ്ജി ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയുടെ അച്ഛൻ പറയണേ, അത് ഇയാൾ വഴിയെ പോയ ഒരു മനുഷ്യനെ ബസ് ഇടിച്ച് കൊന്നു എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജഡ്ജി പറയണം, എടോ എന്തെങ്കിലും പറയുന്നതിനെ ഒരു ന്യായം വേണ്ടേ? ഇയാൾ ബസ്സുമായിട്ട് ഈ നടന്നു പോയ മനുഷ്യൻ്റെ വീട്ടിൽ കൊണ്ട് ചെന്നിട്ടാണോ ഇടിച്ചു കൊന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ചോദിക്കുന്നതിന് സമാധാനം പറയടോ. അല്ല സർ. പിന്നെ ഇയാൾ റോഡിൻ്റെ ഓരത്തുകൂടി നടന്നു പോയ ഒരാളെ ആണോ ബസ് കയറ്റി ഇടിച്ച് കൊന്നത്? അത് പിന്നെ അല്ല സർ. അപ്പോൾ പിന്നെ റോഡിൻ്റെ നടുക്ക് വന്ന് ചാടിയ ഒരാളെയല്ലേ ഇയാൾ വണ്ടി ഇടിച്ചത്? അത് പിന്നെ അപ്പോൾ എന്താടോ താൻ ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം? എടോ ഇയാൾ പാതിരാത്രിയിൽ ബസ് ഓടിച്ച് പോകുന്ന സമയത്തിന് വണ്ടിയുടെ സൈഡിൽ നിന്ന് ഒരാൾ വന്നിട്ട് സെൻറ്ററിലോട്ട് ആത്മഹത്യക്ക് വേണ്ടിയിട്ട് എടുത്ത് ചാടുമ്പോൾ അറിയാതെ വണ്ടി ഇടിച്ചതിന് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് താൻ ആ വണ്ടിയുടെ മുന്നിൽ ചാടിയ ആളിനോട് പറയടോ, അയാളല്ലേ തെറ്റ് ചെയ്തത്, അതിന് ഈ വണ്ടി ഓടിച്ച് ഇയാളെ എന്തിനാ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ജഡ്ജ്. അതോടുകൂടി പുള്ളിക്കാരൻ്റെ വായങ്ങടയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരോ പോയിൻ്റായിട്ട് നമ്മുടെ ജഡ്ജി പറയുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അവിടെ ഇരുന്നിട്ട് പറയുന്നത്, യുവർ ഓണർ കറക്റ്റ് നിങ്ങൾ പൊളിയാണ് കേട്ടോ, നിങ്ങളാണ് ശരിക്കും പറയുകയാണെങ്കിൽ പൊളിയാണ്, നിങ്ങൾ പറഞ്ഞതെല്ലാം കറക്റ്റാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ അശോകൻ കയ്യിൽ ഇങ്ങനെ ഞെക്കി പിടിക്കുകയാണ്, സച്ചി മിണ്ടാതിരിക്കുക സച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ച് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്നിട്ട് പറയുകയാണ്, എടോ താൻ ചെയ്തത് ഉണ്ടല്ലോ തെറ്റായിപ്പോയി, വലിയ തെറ്റായിപ്പോയി. ഈ മനുഷ്യനുണ്ടല്ലോ ഒരുപാട് പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള മനുഷ്യനാണെന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് അർഹതപ്പെട്ട പെൻഷൻ താൻ ഇത്രയും നാൾ തടഞ്ഞു വെച്ചത് വലിയ തെറ്റായിപ്പോയി. അതുകൊണ്ട് താൻ നഷ്ടപരിഹാരമായിട്ട് 1,00,000 രൂപ തൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുകയും വേണം. ഈ പറയുന്ന പെൻഷൻ എത്രയും പെട്ടെന്ന് താൻ റെഡിയാക്കി കൊടുക്കുകയും വേണം എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഉടനെ തന്നെ വർഷയുടെ അച്ഛൻ്റെ ഫ്യൂസ് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, സാർ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എന്തിന് ഈ മനുഷ്യന് 1,00,000 രൂപ കൊടുക്കണം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ജഡ്ജി പറയാണ്, 1,00,000 രൂപ കൊടുക്കാൻ തനിക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ താനൊരു കാര്യം ചെയ്യും, 1,50,000 രൂപ കൊടുത്തോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഇയാളുടെ കണ്ണ് തള്ളയാണ്. അപ്പോൾ ഉടനെ തന്നെ ജഡ്ജി പറയുകയാണ്, പറയുന്ന കാര്യങ്ങൾ പറയുന്ന രീതിയിൽ ചെയ്യണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ 1,00,000 സ്ഥാനത്ത് 1.5 അടയ്ക്കേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയാണ്, എടോ ഇനി മേലാൽ തന്നെ പറ്റി ഇങ്ങനെ ഒരു പരാതി ആരും ഇവിടെ കൊണ്ടുവരരുത്. തനിക്ക് ഇനി ഇങ്ങനെ ഒരു പരാതി തനിക്കെതിരെ ഇങ്ങനെ ഒരു പരാതി ഇനി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ തൻ്റെ ജോലിയും പോവും, എല്ലാം പോവും. എടോ അധികാരം കയ്യിലുണ്ടെന്നും പറഞ്ഞ് അത് പാവങ്ങളുടെ മേൽ കുതിര കയറാനുള്ളൊരു ആയുധമായിട്ട് എടുക്കരുത് കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് ജഡ്ജി. അതിനുശേഷം ജഡ്ജി പറയുകയാണ്, എടോ ഇന്നിപ്പോൾ താൻ അടക്കി ഭരിക്കുന്ന ആ ഒരു കസേര ഉണ്ടല്ലോ, താൻ ആ പൊസിഷനിൽ വരുന്നതിന് മുമ്പ് മറ്റാരോ ആയിരുന്നു അവിടെ ഇരുന്നത്. നാളെ നിങ്ങൾ അവിടെ നിന്ന് റിട്ടയർഡ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് പകരം വേറൊരാളായിരിക്കും അവിടേക്ക് വരുന്നത്. ഒന്നും സ്ഥിരമായിട്ട് ആർക്കും കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ
താൻ ഇനി മേല് ഇങ്ങനെയുള്ള വേലകളൊന്നും ചെയ്യരുത്. തന്നെ പറ്റി ഇങ്ങനെ ഒരു പരാതി ഇനി കിട്ടിക്കഴിഞ്ഞാൽ താൻ ഇപ്പം ഇരിക്കുന്ന കസേരയിൽ ഇനി ഉണ്ടാവില്ല എന്നിങ്ങനെ ജഡ്ജി പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ സച്ചി ക്ലാപ്പൊക്കെ കൊടുക്കുകയാണ്. ജഡ്ജി ഇങ്ങനെ സ്വന്തം വിട്ട് നമ്മുടെ സച്ചിയെ നോക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി വിളിച്ച് പറയുന്നത്, സാർ നീതി ദേവത എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പം കൺമുന്നിൽ കണ്ടു സാർ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ സാറേ, നിങ്ങളാണ് പൊളി, നിങ്ങൾ പൊളിയാണ് സാർ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. സാർ പറഞ്ഞതെല്ലാം കറക്റ്റ് എന്നിങ്ങനെ സച്ചി പറയുകയാണ്. അങ്ങനെ ജഡ്ജി ചെറിയൊരു പുഞ്ചിരിയോടുകൂടി പുള്ളിക്കാരൻ ഇറങ്ങി അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചി നമ്മുടെ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇപ്പോൾ എല്ലാം പൊളിയായില്ലേ അച്ഛാ, അച്ഛന് സമാധാനമായില്ലേ, അച്ഛൻ്റെ പെൻഷനൊക്കെ അച്ഛന് റെഡി ആയില്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വർഷയുടെ അച്ഛൻ അങ്ങോട്ട് ചെല്ലുകയാണ്. ഇങ്ങനെ മുഖാമുഖം നോക്കുകയാണ് നമ്മുടെ രവീന്ദ്രനുമായിട്ട്. ശരിക്കും രവീന്ദ്രനെ അല്ല നോക്കുന്നത്, സച്ചിയാണ് നോക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ വർഷയുടെ അച്ഛനോട് നമ്മുടെ സച്ചി ചോദിക്കുകയാണ്, അല്ല ഇനി ഈ പൈസ എങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? പൈസ കയ്യിൽ കൊടുക്കുന്നുണ്ടോ അത് അയച്ചു കൊടുക്കുന്നുണ്ടോ? അപ്പോൾ വർഷയുടെ അച്ഛൻ പറയണം, ഞാൻ പൈസ അയച്ചു തന്നോളാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിനുശേഷം രവീന്ദ്രനോട് പറയുകയാണ്, നമ്മുടെ വർഷയുടെ അച്ഛൻ പറയുകയാണ്, നമ്മൾ തമ്മിൽ കാണുന്ന അവസാന കൂടിക്കാഴ്ചയായിരിക്കും ഇത്, ഇനിമേലിൽ നമ്മൾ തമ്മിൽ ഇനിമേലിൽ നമ്മൾ തമ്മിൽ കൂടി കാണില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, അതെങ്ങനെ സാറേ ശരിയാവുന്നത്? ഇങ്ങനെയുള്ള കടുത്ത വാക്കുകളൊന്നും പറയല്ലേ. പിന്നെ പുറത്തല്ലേ വണ്ടി കിടക്കുന്നത്, വണ്ടി എടുക്കാനായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ തമ്മിൽ നേരിട്ട് കാണില്ലേ, അപ്പോൾ പിന്നെ സാർ എന്ത് ചെയ്യും, കണ്ണടച്ച് പിടിക്കോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പക്ഷേ പുള്ളിക്കാരൻ അത് കേട്ടിട്ട് പുള്ളി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ പോവുകയാണ്. ആകെ ചമ്മി നാണക്കേടായിട്ട് അഴകുഴഞ്ഞ മട്ടിലിരിക്കുകയാണ് പുള്ളി. അതേ സമയത്ത് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്രാലയമാണ് കാണിക്കുന്നത്. ചന്ദ്രാലയത്തിൽ മറ്റൊന്നും അല്ല കാണിക്കുന്നത്, നമ്മുടെ ശ്രുതിയാണ് കാണിക്കുന്നത്. ശ്രുതിയാണെങ്കിൽ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രുതിയുടെയൊക്കെ സ്വഭാവമല്ലേ, ശ്രുതി ജോലിക്ക് പോകാനും എല്ലാത്തിനും നമ്മുടെ ശ്രുതിക്ക് ഒരിച്ചിരി മടിയല്ലേ. അങ്ങനെ പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ മുറിയിൽ ശ്രുതി ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ എന്ത് ചെയ്യട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ശ്രുതിയുടെ ഓരോരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ, അതായത് ജോലിക്കും പോവില്ല, അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെന്നിട്ട് വേണം, ആഹാ മോക്കെന്താ ഇന്ന് പാർലറിൽ പോകണ്ടേ, മോളിപ്പോൾ തന്നെ ഒരുപാട് താമസിച്ചല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ശ്രുതി പറയണം, അത് ആൻറ്റി ഇപ്പോൾ മുമ്പത്തെ അത്രയും വർക്കൊന്നുമില്ല, വർക്കൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഈ സമയത്തൊക്കെ ആകുമ്പോൾ പോയാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ഉടനെ പറയണം, ആഹാ മോളെ അങ്ങനെയൊന്നും പോയേ പറ്റൂല, പോരെങ്കിലുണ്ടല്ലോ മോളെ എപ്പോഴും 2 കണ്ണും കാതും കൂർപ്പിച്ച് തന്നെ അവിടെ നിൽക്കണം, അല്ലെങ്കിലുണ്ടല്ലോ എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോവും, കൂടെ നിൽക്കുന്ന ഒറ്റ എണ്ണത്തിനെയും വിശ്വസിക്കരുത് മോളെ, എല്ലാം കള്ളക്കൂട്ടങ്ങളാണ് എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയണം, അങ്ങനെയൊന്നും ഇല്ല ആൻറ്റി, ഇപ്പോൾ ഞാൻ അവിടെ നിർത്തിയിരിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്, അവൾ നല്ലവളാണ്, വേറെ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയണം. മീരേണേ. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണേ, മോളെ മിന്നുന്നതെല്ലാം പൊന്നല്ല, നമ്മളെല്ലാവരും നല്ലവരാണെന്ന് വിചാരിക്കും, പക്ഷേ ശരിക്കും പറഞ്ഞാലേ അവരൊന്നും നല്ലവരായിരിക്കില്ല. അതുകൊണ്ടേ എൻ്റെ മോള് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ഇനിയിപ്പോൾ മോൾക്ക് പതുക്കെ പോകാൻ പറ്റുള്ളൂ വെച്ചോ, അതോർത്ത് മോള് വിഷമിക്കണ്ട. ആൻറ്റി ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ, ആൻറ്റി രാവിലെ തൊട്ട് എന്നും പാർലറിൽ പോയിക്കോളാം, പാർലർ ഞാൻ തന്നെ രാവിലെ ചെന്ന് തുറക്കാം, എന്നിട്ട് ഞാൻ തന്നെ അവിടെ ഇരിക്കാം. ശ്രുതി ഞെട്ടി അത് കേട്ടപ്പോഴത്തേക്ക്. ഉടനെ ചന്ദ്രമതി പറയണം, ആൻറ്റിയുടെ പേരിലുള്ള പാർലറില്ലേ മോളെ അത്, അപ്പോൾ ആൻറ്റി അവിടെ പോയിരിക്കുന്നത് നല്ലതല്ലേ, അതൊരു ഗമയല്ലേ മോളെ നമുക്ക് എന്നിങ്ങനെ പറയണം. ശ്രുതി പറയണം, അതൊന്നും വേണ്ട ആൻറ്റി, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പൊയ്ക്കോളാം ആൻറ്റി. അതെന്താ ഞാൻ പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ? അതേ മോളെ, എനിക്കതൊരു ഗമ തന്നെയാണ്, ഞാൻ ഇവിടെ വെറുതെ അല്ലേ ഇരിക്കുന്നത്, ആ നേരത്തിന് ഇനി തൊട്ട് എന്നും ഞാൻ പാർലറിൽ പൊയ്ക്കോളാം, മോൾക്ക് സൗകര്യമുള്ള സമയത്ത് മാത്രം മോള് വന്നാൽ മതി, എല്ലാത്തിനും ഒരു മേൽനോട്ടം ഉണ്ടാവുന്നതേ നല്ലേ മോളെ എന്നിങ്ങനെ പറയുകയാണ് ചന്ദ്രമതി. എന്നിട്ട് ചന്ദ്രമതി പറയണ, മോളെ ശ്രുതി, അല്ല മോളെ, മോൾക്ക് ഈ കല്യാണി എന്ന് പറയുന്ന ഒരാളിനെ അറിയാമോ?
ചന്ദ്രമതിയുടെ വാക്ക് കേട്ടിട്ട് നമ്മുടെ ശ്രുതിയുടെ എന്താണ് തലച്ചോറ് വരെ മരവിച്ച് പോവുകയാണ്. അതായത് കല്യാണി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ പുള്ളിക്കാരത്തി ആകെ ടെൻഷൻ ആവുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, മോക്കറിയാമോ കല്യാണി എന്ന് പറയുന്ന ഒരാളെ? അപ്പോൾ ഉടനെ ശ്രുതി പറയണം, കല്യാണിയോ? എനിക്കറിയില്ല ആൻറ്റി. എന്താ? അത് മോളുടെ ഫോണിലേ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോള് വന്നപ്പോൾ ഞാൻ കരുതി ഏതെങ്കിലും കസ്റ്റമർ ആണെന്നാണ്. അങ്ങനെയാണ് ഞാൻ ചെന്ന് ഫോൺ എടുത്തപ്പോഴേ എടുത്ത പാടെ അവർ ചോദിക്കുകയാണ്, ഇത് കല്യാണിയുടെ നമ്പർ അല്ലേ എന്ന്. അത് പിന്നെ ആൻറ്റി എനിക്ക് അപ്പോൾ ഉടനെ ശ്രുതി പറയണം, അത് പിന്നെ ആൻറ്റി എനിക്കറിയില്ല, എനിക്ക് കല്യാണിയെ അറിയില്ല. എന്നിട്ട് അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു അവർ നമ്പർ മാറി വിളിച്ചതാണ്, അറിയാതെ വിളിച്ചതാണെന്ന് പറഞ്ഞിട്ട് വെച്ചു. അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ആൻറ്റി. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണം, ആയിരിക്കും മോളെ, പക്ഷേ എനിക്ക് സംശയം അവരുടെ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദം. അതായത് അവിടെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും താലിമാറ്റിക്കെട്ടൽ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് അവർ മെല്ലെയല്ലേ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചന്ദ്രമതി അവരുടെ വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ചന്ദ്രമതി പറയുന്നത്, എനിക്ക് അവരുടെ ശബ്ദം എവിടെയോ കേട്ട പോലെ നല്ലൊരു ഓർമ്മയുണ്ട്. ആൻറ്റി കേൾക്കുന്നത് എവിടുന്നാ? ആരെങ്കിലും വിളിക്കുമ്പോൾ ആൻറ്റിക്ക് എങ്ങനെ ഓർമ്മ വരാനാണ്? അത് ആരെങ്കിലും ആയിരിക്കും ആൻറ്റി, അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട, അതങ്ങ് വിട്ടേരെ എന്നിങ്ങനെ പറയുകയാണ്, ശ്രുതി പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയുകയാണ്, അല്ല മോളെ, ഞാൻ കുറേ നേരം കൊണ്ടേ ആലോചിച്ചു, നല്ല പരിചയമുള്ള ശബ്ദം, ആരാണെന്ന് പക്ഷേ എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ശ്രുതി പറയണ, അതൊക്കെ വിട് ആൻറ്റി എന്നിങ്ങനെ പറയണ. എന്നാലേ മോൾ പെട്ടെന്ന് റെഡിയാവുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ചന്ദ്രമതി പോയ ഗ്യാപ്പിൽ നമ്മുടെ വിമലമ്മയെ വിളിക്കുകയാണ് നമ്മുടെ ശ്രുതി വിളിച്ചിട്ട് ചോദിക്കണം, നിങ്ങളെന്താ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കണം. എന്താ മോളെ മോളെ കല്യാണി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തിനാണെന്നോ, ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കരുതെന്ന്. എൻ്റെ ജീവിതം നശിപ്പിച്ചേ നിങ്ങൾ അടങ്ങോളോ? മോളെ കല്യാണി, അമ്മയ്ക്ക് വയ്യായിരുന്നു മോളെ, അത് പറയാൻ വേണ്ടിയിട്ടാണ് അമ്മ വിളിച്ചത്. അമ്മയ്ക്ക് വയ്യേ? അമ്മയ്ക്ക് എന്തു പറ്റി മോളെ? അമ്മയ്ക്ക് പണ്ടത്തെ കണക്കല്ല കല്യാണി, എനിക്ക് തീരെ വയ്യ. എനിക്ക് പേടിയാവും ഓരോ ദിവസം ചെല്ലും തോറും. എന്താ അമ്മയ്ക്ക് എന്താ മോളെ? അത് പിന്നെ എനിക്ക് കുറേ ദിവസമായിട്ട് തലചുറ്റലുണ്ടായിരുന്നു മോളെ. പക്ഷേ ഇന്നിപ്പോൾ ആദ്യം കൊണ്ടാക്കിയിട്ട് വരുന്ന വഴിക്ക് ഞാൻ തലചുറ്റി റോഡിൽ വീണു. അത് പറയാൻ വേണ്ടിയിട്ടാണ് മോളെ നിന്നെ ഞാൻ വിളിച്ചത്. ഫോൺ എടുത്തത് നിൻ്റെ അമ്മായിയമ്മയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കാനിരുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കല്യാണി പറയണം, അയ്യോ അമ്മ എന്നിട്ട് ഡോക്ടർ കണ്ടോ? ഇല്ല മോളെ. ആദ്യം എന്ത് ചെയ്യുന്നു അമ്മേ? അവൻ ഇവിടെ ഇല്ല, അവൻ പഠിക്കാൻ പോയിരിക്കുകയാണ്. എനിക്ക് ആദ്യയുടെ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് പേടിയാവുന്നത്. അവൻ്റെ കാര്യം പോലും എനിക്ക് ശരിക്കും നോക്കാൻ പറ്റുന്നില്ല മോളെ. അമ്മ വിഷമിക്കാതിരിക്കമ്മേ, ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് വരാം. ഞാൻ വന്നിട്ട് അമ്മയെ നല്ലൊരു ഡോക്ടറെ കൊണ്ട് കാണിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഫോൺ വയ്ക്കുകയാണ്. ഫോൺ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് നല്ല ടെൻഷൻ ആവുകയാണ്, ആകെ വിഷമമാവുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ടെൻഷൻ ആവുന്നതെന്ന് വെച്ചാൽ ഇത് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആദിയുടെ കാര്യം അത് ഓർത്തിട്ട് നമ്മുടെ ശ്രുതിക്ക് നല്ല വിഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ റെസ്റ്റോറൻ്റാണ്, നമ്മുടെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻ്റാണ്. നമ്മുടെ വർഷ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുകയാണ് ഫുഡ്. അപ്പോൾ വർഷ പറയുകയാണ്, നീ ഉണ്ടാക്കുന്ന എല്ലാം നല്ലതല്ലേടാ, ഇനി പ്രത്യേകിച്ച് എന്താ പറയുക, എല്ലാം ഒന്നിനൊന്നും മെച്ചം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വർഷ പോകാനായിട്ട് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് വർഷ പറയണേ, നീ എനിക്ക് എന്നും നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കി തരുന്നതല്ലേ, എല്ലാം വെറൈറ്റിയും. അപ്പോൾ ഞാൻ നിനക്കിന്ന് അതിന് പകരമായിട്ട് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ്, എന്ത് ഗിഫ്റ്റ്? തുറന്ന് നോക്ക് എന്നും പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് നോക്കുമ്പോൾ അതിൽ വില കൂടിയ മൊബൈൽ ഫോണാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ശ്രീകാന്ത് ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ വർഷ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഒരുപാട് ഇഷ്ടമായി എന്ന് പറയണ. അപ്പോൾ വർഷ പറയണ, ശ്രീ എൻ്റെ സ്കൂട്ടി ഞാനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കൂ എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രീകാന്ത് പറയണം, അയ്യോ അത് വേണ്ട, നീ താനേ പോ. ഞാൻ എങ്ങനെ പോകാനാണ്, ഞാൻ സ്കൂട്ടി എടുത്തിട്ടില്ല, എന്നെ ഒന്ന് വീട്ടിലാക്കൂ പ്ലീസ്. അപ്പോൾ ശ്രീകാന്ത് പറയണം, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്കൊരു ടാക്സി റെഡിയാക്കി തരാം. പിന്നെ ടാക്സി വിളിച്ച് പോകാനാണെങ്കിൽ എനിക്കെന്താ പറ്റില്ലേ, എന്നെ ഒന്ന് കൊണ്ടാക്ക് ശ്രീ.
അപ്പോൾ ശ്രീകാന്ത് ഒഴിഞ്ഞു മാറാൻ നോക്കുകയാണ്, പരമാവധി ഒഴിഞ്ഞു മാറാൻ നോക്കുകയാണ്. എന്നിട്ട് ശ്രീകാന്ത് പറയണ അതെങ്ങനെ ശരിയാവും പക്ഷേ, ഞാൻ നിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കുമ്പോൾ നിൻ്റെ അച്ഛനും അമ്മയൊക്കെ കാണില്ലേ, അവരെന്ത് കരുതും നമ്മളെപ്പറ്റി? ഓ, അവരെന്ത് കരുതാനാണ്, അല്ലെങ്കിൽ തന്നെ അവരെന്തെങ്കിലും കരുതിക്കോട്ടെ, നീ എന്തായാലും എന്നെ കൊണ്ടാക്കി തന്നേ പറ്റൂ, എൻ്റെ അടുത്തൊന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഉടുമ്പ് പിടിച്ച കണക്ക് പിടിച്ച് വെച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ വർഷ. അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. എന്തായാലും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവരെല്ലാവരും കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മാത്രം പോരാ, നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.